നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. കടബാധ്യത, സാമ്പത്തിക പരിമിതികൾ, പരാധീനതകൾ, ദാരിദ്ര്യമായ അവസ്ഥകൾ, കടപ്പാട് ഇത്യാദി കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പൊരുതിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സന്തോഷ വാർത്ത കേൾക്കാനുള്ള ഒരു അവസരം എത്തിയിരിക്കുന്നു. ഇവർക്ക് സാമ്പത്തിക മെച്ചമുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇനി മുതൽ കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് അതിസമ്പന്ന യോഗത്തിലേക്ക് എത്താനുള്ള അവസരം എന്ന് വിചാരിച്ച് ഇവരെല്ലാവരും കോടീശ്വരന്മാരാകണമെന്നില്ല. പക്ഷേ ഇവരുടെ സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കും. അതായത് സാമ്പത്തിക ദോഷങ്ങൾ ഇവരെ അലട്ടുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി സമ്പത്ത് യഥേഷ്ടം അവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ ഒട്ടേറെ കടമ്പകൾ കടന്നുകൊണ്ട് ദുഷ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുകയും ഒട്ടേറെ നല്ല മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. ഈ നക്ഷത്രക്കാർക്ക് പെട്ടെന്നുള്ള സാമ്പത്തിക അഭിവൃദ്ധിയാണ് കാണാൻ സാധിക്കുന്നത്. ജോലിയില്ലാത്ത ആളുകളാണെങ്കിൽ പെട്ടെന്നുള്ള ഒരു ജോലി ലഭിക്കുകയും അതിലൂടെ അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുകയും താൽക്കാലിക ജോലി പോലും ഇല്ലാത്ത ആളുകൾക്ക് സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ നേട്ടവും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഇവർ ധനികരാകും, വലിയ പണക്കാരാകും, ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത്തരത്തിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും പ്രവചനാതീതമായി സത്യം അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നതിന്റെ തെളിവ് അവരുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങുന്ന ഒരു സമയം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുക എന്നുള്ളത് ഏതൊരു ആളുടെയും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. കാരണം സമ്പത്തില്ലാത്ത, പണമില്ലാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ദുഷ്കരമായിരിക്കും. കുടുംബത്തിന്റെ എല്ലാവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സാമ്പത്തികം അത്യാവശ്യമാണ്. ഇത്തരത്തിൽ നേട്ടങ്ങൾ സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നതിനും സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതിനും ധനികരാകുന്നതിനും സാമ്പത്തിക അസ്ഥിരമായ അവസ്ഥയിൽ നിന്ന് സാമ്പത്തിക സ്ഥിരത ഉണ്ടാകുന്നതിനും സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. കുറച്ചു നാളുകളായി അവരുടെ സമയത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന്, കടബാധ്യതയിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകുന്നു. അതിസമ്പന്ന യോഗത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ അവരുടെ കൂടെയുണ്ട്. ഇവരുടെ അധ്വാനവും പരിശ്രമവും അവരുടെ പ്രാർത്ഥനയും ഇപ്പോൾ ഉള്ള സമയത്തിന്റെ ആനുകൂല്യവും കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. മിന്നുന്ന വിജയത്തിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രവചനം സത്യമാകുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നല്ല സമയത്തിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത്. ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാലും അവരുടെ പ്രവർത്തന മികവ്, കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തുകൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന, സമ്പത്ത് വർദ്ധിക്കുന്ന, എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു. ഐശ്വര്യവും സമൃദ്ധിയും സമ്പന്നതയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹത്തിന്റെയും ഭാഗ്യത്തിന്റെയും ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വാനോളം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഐശ്വര്യ സമ്പൂർണമായ ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. മികച്ച നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. അതിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുകയും എല്ലാവിധത്തിലുള്ള കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനും നേട്ടങ്ങൾ വലിയ തോതിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറിയിരിക്കും.
അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. ഇവരുടെ ജീവിതത്തിൽ കുതിച്ചുവരാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. കടബാധ്യത, സാമ്പത്തിക ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു അവസരം, ഈ ഒരു സാഹചര്യങ്ങൾ ഒക്കെ മാറുകയും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇവർക്ക് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും വിദേശത്ത് പോയി അവിടെ നല്ലൊരു സാഹചര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു. ഐശ്വര്യവും സമ്പന്നതയും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവർ വലിയ ഉയർച്ചകൾ തന്നെ നേടും. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യും. ഐശ്വര്യവും സമൃദ്ധിയും സമ്പന്നതയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ്. കുടുംബപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. കടബാധ്യതയിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭ്യമാകുന്നു. ഐശ്വര്യസമ്പൂർണമായ നേട്ടങ്ങൾ, വലിയ തോതിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവന്നിരുന്ന അവസ്ഥകളാണ് ഇവർക്ക് സമ്പത്ത് വർദ്ധിക്കും. കടബാധയിൽ നിന്നുള്ള മോചനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. ദേവിക്ക് കടുംപായസം, ചുവന്ന പട്ട്, ചുവന്ന മാല ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ദുരിതത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുകയും അതോടൊപ്പം തന്നെ മനസ്സമാധാനം ഉണ്ടാകുന്നു. സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വാനോളം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതിലൂടെ മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഐശ്വര്യസമ്പൂർണമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, എല്ലാം കൊണ്ടും ഐശ്വര്യം വാരി വിതറി നിൽക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. മികച്ച അവസരങ്ങൾ, ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചുവരിക തന്നെ ചെയ്യും. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വാനോളമുണ്ട്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ കദളിപ്പഴം, തുളസിമാല, പാൽപായസ നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവിധ ഭാഗ്യ ഐശ്വര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും അതിലൂടെ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വലിയ തോതിലുള്ള ദുഃഖ ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും അവരുടെ ജീവിതത്തിൽ കഷ്ടകാലം തന്നെയാണ്. കഷ്ടപ്പാടുകൾ കൊണ്ട് നിറഞ്ഞ, ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല, ജീവിതത്തിൽ ഉയർച്ചകൾ സംഭവിക്കുകയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവരുടെ ജീവിതത്തിൽ വെള്ളി വെളിച്ചം പോലെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേർന്നിരിക്കുന്നത്. മികച്ച അവസരങ്ങൾ, മികച്ച നേട്ടങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഇവർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. വഴിപാടുകൾ സമർപ്പിക്കുക. ദേവിക്ക് ചുവന്ന പട്ട്, കടുംപായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഉണ്ടാകും. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന എല്ലാ സൗഭാഗ്യങ്ങളും തിരികെ ലഭിക്കുന്നതിനും മികച്ച രീതിയിൽ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിലെ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്ന, ഐശ്വര്യസമ്പൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും മികച്ച ഐശ്വര്യ നേട്ടങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും സമ്പന്നതയും കൊണ്ട് സമ്പന്നമാകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് തീരാ ദുഃഖ ദുരിതങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒഴിയാതെ നിന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ, മഹാഭാഗ്യം തന്നെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അതിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരുന്നു. മഹാഭാഗ്യകരമായിട്ടുള്ള ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന, മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും അതിലൂടെ
ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ തന്നെ ലഭിക്കുന്നു. ഇവർക്ക് സ്വത്തുവകകൾ ലഭിക്കുന്നതിനും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധിക്കുന്നു. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ തന്നെയാണ് ലഭിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.